അല്ല, ഈ CPM-ന്റെ കൊട്ടേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിൻ്റെ ഒരു തെളിവാണ്. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപ്പന്തലുണ്ടല്ലോ, എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ മാത്യു കൊളുന്നാടനും സ്റ്റേഷനിൽ പോയി അഡീഷണൽ SP എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും. ഈ സമരം അതിശക്തമായി പോകും. ഇത് ഒരു വലിയ ജനകീയ പ്രശ്നമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. അവർക്ക് അവരുടെ കൃഷിയിടങ്ങൾ ഇല്ല, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അതിനോടൊപ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് തീർച്ചയായിട്ടും ഉണ്ടായല്ലോ. കോടതി തന്നെ അത് വളരെ കൃത്യമായി ഇപ്പോൾ ചോദിച്ചു. 353 എങ്ങനെ നിൽക്കുക, ഇതിനകത്ത് എങ്ങനെ നിൽക്കുക എന്ന് വളരെ കൃത്യമായി ചോദിച്ചു. ആരോഗ്യ പ്രവർത്തകരെ എങ്ങനെയാണ് MLA-യും ഒരു DCC പ്രസിഡന്റ് തടയുന്നത് എന്ന് പോലീസുകാരോട് ചോദിച്ചല്ലോ. അതിന് മറുപടി ഉണ്ടായില്ല. അപ്പോൾ കോടതിക്ക് പോലും ഇവർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങളാണ് പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയപ്പോഴും കോടതിയുടെ ആശങ്ക ഇത് തന്നെയാണ്. അത് തീർച്ചയായും കോടതിക്കും ബോധ്യപ്പെട്ടു, പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. പോലീസിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി അത് പോലീസിന് ഗുണം ചെയ്യില്ല. ജനങ്ങൾക്ക് നിയമവ്യവസ്ഥിതിയിൽ യാതൊരു തരത്തിലും അവർക്ക് വിശ്വാസ്യതയില്ലാതാകും എന്നുള്ളത് മാത്രമാണ് ഈ നടപടി കൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. അല്ല, ഉപവാസ സമരം അത് മുന്നോട്ട് പോകും. ആ സമരം അതിശക്തമായി പോകും. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നാളത്തെ സമരസ്ഥലത്ത് അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമരം അതിശക്തമായി മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിരവധി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതക്കുകയും നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സമീപനം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടും നിയമവിരുദ്ധമായും നിയമം ലംഘിച്ചും പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അവരെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ചെവിയുടെ ഇവിടെ വലിയ ഗുരുതരമായ പരിക്കുണ്ട്. വേറെ 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം പോലീസ് മൃഗീയമായി ക്യാമ്പിൽ നിന്നും വന്ന പോലീസുകാരെ ഉപയോഗിച്ച് പ്രവർത്തകരെ ഉപദ്രവിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. കാരണം അങ്ങനെ പോലീസിന് എന്ത് തോന്നിയാസവുമാകാം എന്ന നിലയിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കുറച്ച് നാളായി വേട്ടയാടൽ തുടരുന്നതാണല്ലോ. തീർച്ചയായിട്ടും അവരുടെ ഒരു രാത്രി 2:30 മണിക്ക് APP ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കഠിനമായ പരിശ്രമം നടത്തിയിരുന്നു. അതൊക്കെ അവർ ചെയ്യട്ടെ. അവരാൾ കഴിയുന്നത് പോലെ അവർ നോക്കട്ടെ, ഞങ്ങളെ കഴിയുന്ന പോലെ ഞങ്ങൾ നോക്കാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് 2 വട്ടം ആ സമരപ്പന്തലിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അവിടെ ലാത്തിച്ചാർജ് നടത്തുകയും ബഹുമാന DC പ്രസിഡന്റിനെ ഞങ്ങൾ 2 പേരും ഏതാനും അതിനൊരു അരമണിക്കൂർ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്നേരം നിങ്ങൾ പ്രതിയാണ്, നിങ്ങളിവിടെ നിൽക്കണമെന്ന് ഞങ്ങളോട് 2 പേരോട് പറഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിയത്. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ ഇതുപോലുള്ള കാരണങ്ങളുണ്ടോ എന്ന് ഞങ്ങളും സംശയിക്കുന്നു.